നമുക്കിന്നിവിടെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ 2 പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ അളവുകൾ കാണിക്കുന്നത്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണം, 1 കപ്പ് ഫ്രഷ് ജ്യൂസ് വേണം, ഫ്രഷ് ജ്യൂസ് തന്നെ വേണം അതിന്. പിന്നെ വേണ്ടത് ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറിന് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 1 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ജാതിക്ക പൊടിച്ചത് 2 ടീസ്പൂൺ വേണം, സിനമൺ പൗഡർ വേണം, ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് വേണം. അത് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നേരത്തെ വിളയിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് എപ്പോഴും വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ ഓറഞ്ച് ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാരയിട്ട് നന്നായിട്ട് വിളയിച്ചെടുക്കുക. അത് നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഡപ്പയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ എടുക്കുന്നത് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രിഡ്ജിനകത്ത് നിന്ന് വെളിയിലെടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ 1 കപ്പ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഇട്ട് അത് പറന്നു പോകാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട്, അപ്പോഴത്തേക്ക് അത് ഡ്രൈ ആയിട്ടിരിക്കും, ഇച്ചിരി തിക്കാവും. അതിന് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം. അതിലേക്ക് ആൽമണ്ട് പൗഡറും കൂടെ, പൊടിച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ട് പൗഡറില്ലേ, അതും കൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് നട്ട്മഗ് പൗഡറും സിനമൺ പൗഡറും ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ, ഒരു കേക്കിനാണെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ്, 2 എണ്ണത്തിനാവുമ്പോൾ 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുക. അതിലേക്ക് 2 പിഞ്ച് ഉപ്പിടുക. ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് ഒരല്പം ഉപ്പ് നീരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ചേർക്കുമല്ലോ. പ്ലം കേക്കിലൊക്കെ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാണുമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വയ്ക്കും. നമുക്ക് ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഇടാം. ഡേറ്റ്സ്, കശുവണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരി, ഡേറ്റ്സും എല്ലാം, അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ബാറ്ററിനകത്തോട്ട്, കേക്കിൻ്റെ ബാറ്ററിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ അത് കേക്കിൻ്റെ എല്ലായിടത്തും ഈ നട്ട്സൊക്കെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 6 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റൗവിൽ ഒരു കുക്കർ അടുപ്പിൽ വയ്ക്കുക. കുക്കർ വെച്ചതിന് ശേഷം അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്, പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആ കുക്കറിൽ അടിഭാഗത്ത് നിരത്തിയിടുക ഈ ഉപ്പ് പൊടി നിരത്തിയിട്ടതിന് ശേഷം അതിലൊരു ഡിവൈഡറും കൂടെ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഇച്ചിരി ബട്ടറൊക്കെ തേച്ച് അതിലൊരു ബട്ടർ പേപ്പർ ഷേപ്പിൽ മുറിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ അവിടെ ചൂടായി റെഡി ആയിട്ടുണ്ടാകും. അത് ഒരു 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ ആ കേക്ക് റെഡി ആയിട്ടുണ്ടാകും. നല്ല അടിപൊളി പ്ലം കേക്ക് റെഡിയായി കിട്ടും. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് നോക്കി പിക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ടെങ്ങാനും കുത്തി നോക്കിയിട്ട് വെന്തോന്ന് നോക്കുന്നതിന് ഇടയ്ക്ക് തുറക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ തുറന്ന് നോക്കിയാൽ 40 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിരിക്കും. നല്ല അടിപൊളി കേക്ക് റെഡി.